ഇത് പിന്നെ ആരാന്ന് വെച്ചാൽ നമ്മളെ വട്ടോളി റോമിയോ. വട്ടോളിൽ എന്താ പറയുന്നത് വെച്ചാൽ അവനെ വാക്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ പെരിച്ചാടി കണക്കിന് പോവാ. ഇതാ എങ്ങോട്ട് കറങ്ങണ്, എങ്ങോട്ട് തിരിയണ് അവനേ അറിഞ്ഞൂടാ. ഈ കറക്കത്തിൽ അവൻ്റെ കൂട്ടുകാർ വന്നാൽ പോലും അവനക്ക് ഇഷ്ടമല്ല. ഇപ്പം രണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യ കാര്യം സാധിക്കാനൊക്കെ മെയിൻ വില്ലനാണ്. ഞാൻ പറഞ്ഞില്ല ലിക്ക് ലെവലില്ലാതെ ഓടുന്നു. ഇതാ പെരിച്ചടി കണക്കെ ഇങ്ങനൊക്കെ തന്നെ ഓടുക. ഇതിലൊരു 15 അടുത്തെങ്കിലും പനിനീര് തെളിപ്പിച്ചുകൊണ്ടേ നടക്കും അവന്. ഇതിനിടയ്ക്ക് അവൻ്റെ ഫ്രണ്ട്സിലൊക്കെ ഇവിടെ വന്ന് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ആരാ ചെയ്യും, അതെങ്ങനെ അവരോട് വന്ന് മൂത്രമൊഴിക്കുക, ഇതൊക്കെ എൻ്റെ സ്ഥലമാണല്ലോ എന്നിട്ട് അവന് വീണ്ടും അടയാളപ്പെടുത്തും. എന്നിട്ട് കുറേ ഇതേപോലെ ഇങ്ങനെ നടക്കും. മുഖം ഉയർത്തിയൊന്നും നടക്കുന്നില്ല, മുഖം ഇങ്ങനെ താഴ്ത്തി വെച്ച് നടക്കുള്ളൂ. ഇതാ ഇതിൻ്റെ ഇടയ്ക്കാണ് അവൻ്റെ ഫ്രണ്ട്സ് വന്നാലും അവൻ കടിക്കുന്നത്. ഏതെങ്കിലും മനുഷ്യന്മാർ പോയാലും അവർ കടിച്ചു കൊടുക്കും അവന്. മൂത്രേ ഇല്ലടാ. സ്വഭാവം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ആരും ഇഷ്ടമല്ല, അവൻ്റെ കൂട്ടുകാരും ഇഷ്ടമല്ല, പപ്പീസുകൾ ഇഷ്ടമല്ല. ചില സമയത്ത് മാത്രം പപ്പീസിനോട് കൊഞ്ചും. അതേ പപ്പീസിൻ്റെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനക്ക് തീരെ ഇഷ്ടമില്ല. ഇത് ചെറിയ കുട്ടികളെ ഇഷ്ടമല്ല, ആരും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവനെ നമ്മൾ വാക്കിങ് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ച് വേണം കൊണ്ടുവരാൻ. നമ്മൾ വിചാരിക്കും അവരെ ഇവൻ കാണാത്ത രീതിയിലാണ് ആരെങ്കിലും ഉണ്ട് കഴിഞ്ഞാൽ ഇവൻ പോണെന്ന്. പക്ഷെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അത് തൊട്ട് അപ്പുറത്തെ വീട്ടിൽ ഡാനി എന്നൊരു പെട്ടുണ്ട്. അവന് ഇവരും 3 പേരും എൻ്റെ വീട്ടിലത്തെ റോമിയോവും റോക്കിയും റാംബോവും തീരെ ചേരില്ല അവനോട്. അവനെ ചതുക്ക് മേലെ വിട്ടു കൊടുക്കൂല. 3 പേരും കൂടി ചേർന്ന് പിന്നെ അവിടെ യുദ്ധമാവും. അവനെ കടിച്ചെടുക്കും. ഒരിക്കൽ അതേപോലെ കടി ഉണ്ടായിട്ട് അവനെ കഴുത്തെല്ലാം മുറിച്ചെടുത്തു അവനെ. അതിൻ്റെ ശേഷം അവരവിടെ ഇവരെ വെളിയിലിറക്കി കഴിഞ്ഞാൽ അവനെ വിടുകയും ചെയ്യില്ല. അവനുണ്ടെങ്കിൽ തന്നെ ഇവരെ ഞങ്ങൾ ബാക്കിയും കൊണ്ടുവരില്ല. കാണാൻ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കണമെങ്കിലും കയ്യിലിരിപ്പും കുരുത്തക്കേടും മെയിൻ ഇവൻ്റെതാണ്.